അദ്വൈത ദർശനത്തിന്റെ അപ്രതിരോധ്യമായ വാദഗതികൾ കൊണ്ട് വിജയം നേടിയ ശങ്കരാചാര്യ സ്വാമികൾ പൂർവ്വമീമാംസകരെയും അന്യദാർശനികരെയും പരാജയപ്പെടുത്തി ശൃംഗേരി മഠത്തിൽ കഴിയുമ്പോഴാണ് അമ്മയുടെ അന്ത്യത്തെ ആത്മദൃഷ്ടി കൊണ്ട് കാണുന്നത്. ആചാര്യസ്വാമികളുടെ അമ്മയുടെ ദേഹവിയോഗത്തിനു ശേഷം സംസ്കാര കർമ്മങ്ങൾക്ക് കാലടിയിലെ അന്നുള്ള 10 നമ്പൂതിരി ഇല്ലങ്ങളിൽ 8 ഇല്ലക്കാരും നിസ്സഹകരിക്കുകയുണ്ടായി. അപരക്രിയയ്ക്ക് സന്യാസി അധികാരിയല്ലെന്ന കാരണത്താലാണ് ഈ ഇല്ലക്കാർ സംസ്കാര കർമ്മങ്ങളിൽ പങ്കെടുക്കാതിരുന്നത്. എന്നാൽ ശേഷിച്ച 2 ഇല്ലക്കാരിൽ ഭഗവത്പാദരുടെ മാതാവിന്റെ തലഭാഗമേറ്റി ചിതയിൽ വെച്ചവർ തലയാറ്റംപിള്ളി മനയെന്നും കാൽഭാഗം എടുത്തു വച്ചവർ കാപ്പിള്ളി മനയെന്നും അറിയപ്പെടുന്നു. ഈ 2 മനക്കാരുടെ മേൽനോട്ടത്തിലാണ് ഇന്ന് ക്ഷേത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. കേരളത്തിന് പുറത്തുനിന്നും ആയിരക്കണക്കിന് ഭക്തന്മാരാണ് ജഗദ്ഗുരുവായ ഭഗവത്പാദരുടെ ജന്മദേശം കാണുവാനും അദ്ദേഹം പ്രതിഷ്ഠിച്ച മൂർത്തിയെ വന്ദിക്കുവാനും ഇവിടെ എത്തുന്നത്. ശ്രീമദ് ശങ്കരാചാര്യ സ്വാമികളുടെ ദർശനത്തിന്റെ ആഴം അവർ നന്നേ മനസ്സിലാക്കുന്നു. ലോകത്തിന് മുന്നിൽ ആത്മീയ തത്വദർശനത്തിന്റെ പാരാവാരം നിമീലനം ചെയ്ത ആ അത്ഭുത അവതാര പുരുഷന്റെ ചിന്താശകലങ്ങൾ നാം പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. അതിനുള്ള ഓരോ ശ്രമങ്ങളും ശ്ലാഘനീയമാണ്. മാതഃ സോഹമുപസ്ഥിതോസ്മി പുരതഃ പൂർവപ്രതിജ്ഞാ സ്മരൺ പ്രത്യശ്രാവി പുരാഹിതേന്ദ്യ സമയേ പ്രാപ്തും സമീപന്തവ ഗ്രാഹഗ്രാസമിഷാദ്യദാഹ്യമനുമത സൂര്യാശ്രമം പ്രാപ്തമാ യത്പ്രീത്यै ച സമാഗതോഹമധുനാ തസ്യൈ. കാലടി ശ്രീശങ്കരാചാര്യരുടെ ജന്മം കൊണ്ട് തന്നെ പ്രസിദ്ധമായിട്ടുള്ളതാണല്ലോ. അങ്ങനെയുള്ളതായ ആ കാലടിയിൽ അദ്ദേഹത്തിൻ്റെ ഭരദേവതയാണ് എന്ന് വിശ്വസിക്കുന്നതായ ശ്രീകൃഷ്ണസ്വാമിയുടെ തിരുനടയിൽ വച്ച് ഒരു നാരായണീയ വിചാര സത്രം നടത്തുകയാണ്. ദ്വേധ നാരായണീയം എന്നാണ് അതിൻ്റെ പേര്. 2 തരത്തിൽ ദ്വേധ എന്നുള്ളതിന് ദ്വിവിധ 2 തരത്തിൽ നാരായണീയത്തെ അപഗ്രഥിക്കണു. അക്കാഡമിക് ആയിട്ടുള്ള രീതിയിലും മറ്റൊന്ന് ഡിവോഷണൽ ആയിട്ടുള്ള രീതിയിലും ആധ്യാത്മികമായിട്ടും. ഗ്രന്ഥത്തിൻ്റെ പരിപൂർണമായിട്ടുള്ളതായ ഒരു പഠനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 18, 19 തീയതികളിൽ സെമിനാറായിട്ട് നിരവധി അധ്യാപക ശ്രേഷ്ഠർ അതിൽ പങ്കെടുക്കണു. KPC നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ ആധ്യക്ഷത്തിൽ ചേരുന്നതായ ആ വൈജ്ഞാനിക ഖണ്ഡത്തിൽ C. രാജേന്ദ്രൻ മാഷ് ഉദ്ഘാടനം ചെയ്യണു. പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ സാറ് പ്രഭാഷണം ചെയ്യണു. തുടർന്ന് 19ഓളം സെമിനാർ പേപ്പറുകൾ ആ ഖണ്ഡത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 19-ാം തീയതി വൈകുന്നേരം ശബരിമല ഗുരുവായൂർ മേൽശാന്തിമാരായിട്ടുള്ള മഹൽ വ്യക്തികൾ ഉദ്ഘാടനം ചെയ്യുന്നതായ ആ ആധ്യാത്മിക ഖണ്ഡത്തിൽ പ്രൊഫസർ വിഷ്ണുനാരായണ നമ്പൂതിരിപ്പാട് സാറ്, അതേപോലെ സ്വാമി അശേഷാനന്ദ, വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, പാലേലി നാരായണൻ നമ്പൂതിരി, ശീരവള്ളി കേശവൻ നമ്പൂതിരി, വിദ്വാൻ ഭാസ്കരൻ നായർ, കണ്ടമംഗലം സുബ്രഹ്മണ്യൻ നമ്പൂതിരി, കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരി, മിഥുനപ്പിള്ളി, അക്കൂരം കേരളം നമ്പൂതിരി തുടങ്ങിയിട്ടുള്ളതായ മഹത് വ്യക്തികളും ഈ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് വളരെ അപൂർവമായി ലഭിക്കുന്നതായ ഒരു സന്ദർഭമാണ്. ഇങ്ങനെ അക്കാദമികമായ തലത്തിലും അതേപോലെ ആധ്യാത്മികമായ തലത്തിലും ഈ വിഷയത്തെ പരിപൂർണമായി അപഗ്രഥിക്കുന്ന ഒരു സംഭവം ഇതേപോലെ ഉണ്ടായിട്ടില്ല. എല്ലാവരും വന്നു ചേർന്ന ഈ ഉദ്യമത്തെ വേണ്ട രീതിയിൽ ഭംഗിയാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢാ
काले नहि नहि रक्षति दुष्कृन् कारणे मूढजहि धनागमतृष्णा कुरु सद्बुद्धिं मनसि वितृष्णा यल्लभसे निजकर्मोपात्तम् वित्तं तेन विनोदय चित्तम् भज गोविन्द കേരളത്തിലെന്നല്ല ഇന്ത്യയിലെമ്പാടും ദാർശനികതയും ഈശ്വരാരാധനയും നിയാമകമായ തത്വങ്ങൾ ആവിഷ്കരിച്ച സർവജ്ഞനായ ആദിശങ്കരന്റെ ചൈതന്യം നിലനിൽക്കുന്ന ഈ ക്ഷേത്രസങ്കേതത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് സർവ്വവിധ ഐശ്വര്യാഭിവൃദ്ധികളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവത്പാദരുടെ ഇഷ്ടദേവനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമായി ഭവിക്കട്ടെ. ഏവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ക്ഷേത്രായനത്തിന്റെ ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്രായനത്തിന്റെ വിനീത നമസ്കാരം.